ഇവിടെ ഏകദേശം എല്ലാ ഹെവി പശുക്കളാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രസവിച്ചാൽ നല്ല ആരോഗ്യം നിൽക്കുന്ന പശുക്കൾ. ഇതിപ്പോൾ ഏകദേശം 30 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 55 മുതൽ 1ന്റെ മേലെ പശു കിടക്കാണ്. ഇതേ 4-5 ആകുമ്പോൾ ചിലപ്പോൾ 20 ലിറ്റർ പാലിട്ട് നമുക്കൊരു 70 രൂപ 60 രൂപ കിടക്കാൻ കഴിയും. ഈ രീതിയിലുള്ള പശുക്കളാണ് നമ്മൾ കൊണ്ടുപോകല്. ഞാൻ ഇതുപോലെ സെലക്ഷൻ ഒരുപാട് പശുക്കൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് ഗിറിന്റെ ക്രോസ് ആണ്. ഇതിപ്പോൾ A2 മിൽക്കാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ കണക്കൂടെ 2 നേരം പക്ഷേ 17 ലിറ്റർ. അതൊരു കടിഞ്ഞൂലാണ്. അപ്പോൾ ഒരു 25 to 30 ലിറ്റർ വരെ പാൽ കപ്പാസിറ്റി ഉള്ള നല്ല ഹെവി ജൈന്റ് ഒരു ബ്ലാക്ക് മെജോറിറ്റി HF പശുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിലായിട്ടുള്ള ഒരു ജൈന്റ് പശു തന്നെയാണ്. നമ്മളോടൊപ്പം ഉള്ള നമ്മുടെ നിജാമുക്കാണ്. നിജാമുക്ക, നമുക്കിപ്പോ നിലവിൽ ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രൈസ് റേഞ്ച് ഇത് 25-30 ലിറ്റർ പാലിട്ട് 2ാം പ്രസവമാണ്. പ്രസവിച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ? എന്തുകൂട്ടിയായിരുന്നു? കാളക്കുട്ടി. ഈ നിൽക്കുന്നല്ലേ? നിൽക്കുന്ന വെള്ളക്കുട്ടിയാ. അത്യാവശ്യം നല്ല ഹെവി സൈസിലുള്ള ഒരു കുട്ടിയാണ്. നല്ല ഒരു കുട്ടി തന്നെയാണ്, കാളക്കുട്ടിയാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച്? 55 മുതൽ പിന്നെ അതിന് മേലോട്ട് 1,00,000, 1,10,000, 1,30,000, 1,20,000 പല ലെവലിലുണ്ട്. പശുവിന്റെ ബ്രീഡ്, പശുവിന്റെ പാല്, പശുവിന്റെ വലുപ്പം, എല്ലാത്തിനും ഓരോ വില ഇവിടെ. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന അത്യാവശ്യം നല്ല ഇവിടെ നിൽക്കുന്നതൊക്കെ പാൽശേഷി കൂടിയ പശുക്കളാണ്. 20ന്റെ മേലെ ഫാമിലേക്ക് പറ്റിയ പശുക്കൾ. അപ്പൊ ഇവക്ക് എങ്ങനെയാ ചോദിക്കുന്നത്? ഇവളൊരു 1,20,000 ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളതൊന്നുമല്ല, എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ബ്രീഡ് പശുവിന് വില കൊടുക്കണം. നമ്മൾ വെറുതെ ഫോണിൽ കൂടെ ഞാൻ 60-70 തരാണ്ട് വന്ന ശേഷം കൂട്ടൂല. ബ്രീഡ് പശുവിന് വില കൊടുക്കണം. അത് എവിടെയാണെങ്കിൽ ശരി, ഞാൻ ആരെടുത്താണെങ്കിൽ ശരി. ഇവിടെ ഏകദേശം എല്ലാ ഹെവി പശുക്കളാണ്. എല്ലാ 30, 25 ആ ലെവൽ. 20ന്റെ മേലുള്ളുണ്ട്, 27. അതൊരു കടിഞ്ഞൂലാണ്. കടിഞ്ഞൂല് നമ്മൾ പാലിന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അല്ല ഏകദേശം മടിസെറ്റ് കണ്ടോണ്ട് വാങ്ങിക്കാൻ ആ രീതിയിലുള്ള പശു അതാണ്. പിന്നെ നമ്മൾ മടിസെറ്റ് കണ്ടുകൊണ്ട് പാല് കിട്ടണമെന്നില്ല. പശുവിനെ കുറിച്ച് എല്ലാം അറിയണം. നിങ്ങൾക്ക് വരുന്നവർക്ക് അറിയണം, നമ്മൾക്ക് പറയണം, ഒക്കെ പരിചയപ്പെടുത്തി നമ്മൾ 2 വഴിക്കാരും കൂടെ ചേർന്ന് നല്ല ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ നോക്കിക്കണ്ട എല്ലാ കാര്യങ്ങളും പക്കായിട്ട് എടുത്തു കൊടുക്കും. അത്രയാണ്. നമ്മൾ നോക്കും, വരുന്നവരും നോക്കണം. നമുക്ക് എന്തെങ്കിലും ഫാൾട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയണം, ഈ സമയത്ത് ഇങ്ങനെയല്ല വല്ല കുഴപ്പമുണ്ടെങ്കിൽ നോക്കുന്ന പറഞ്ഞാൽ നമ്മൾ നോക്കി തരും. ഇതിപ്പോ എങ്ങനെയാണ്? ഇതിപ്പോ ഏകദേശം 30 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 30 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഹെവി സൈസ്, നല്ല 3ാം പ്രസവമാണ്. 3ാമത്തെ പ്രസവമാണ്. അതെ. ഇനിയിപ്പം എത്ര ദിവസം ഉണ്ടാവും? ഇതിപ്പോ 2 ദിവസം 3 ദിവസം ആണുള്ളതേ. തണ്ടൊക്കെ കുഴിഞ്ഞ് ശരിക്കും കുഴിഞ്ഞിട്ടുണ്ടാ. 2 ദിവസം 3 ദിവസം ആള് തീറ്റയിലാണ്, തലയൊക്കെ താത്തിക്കാണ്. തല കൊഞ്ചാൽ കുഴപ്പമില്ല, വലിയ പശുവാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അതിന്റെ അറിയാൻ കഴിയണമെന്നില്ല. നല്ല സ്കിന്ന്, നൈസ് സ്കിന്നാണ്. പശു നീളമുണ്ട്, കഴുത്തിന്റെ നീളം, അതൊക്കെ നമ്മൾ നോക്കല്ലേ. ഈ പാലിന്റെ ശേഷി കൂടുന്തോറും അതൊക്കെ നോക്കണം നമ്മള്. ഇതൊക്കെ ഏകദേശം എന്ത് റേറ്റ് വരും? ഇതൊക്കെ ഏകദേശം ഒരു 1,20,000 ഒക്കെ പോരാ, നമുക്കൊരു 95, 1 രൂപ ലെവലിൽ കൊടുക്കണം. ആ രീതി നമുക്ക് പിടിക്കാൻ പറ്റും. 3ാം പ്രസവമാണോ? അതേ 2ാം പ്രസവമാണ് 1,20,000 വില. നമുക്ക് ശരിക്കും ഇവിടെ ഏതൊക്കെ എത്ര പ്രസവം വെച്ചിട്ടുള്ള സാധനം? നമുക്കിവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്. ഇതേ 4-5 ആകുമ്പോൾ ചിലപ്പോൾ 20 ലിറ്റർ പാലിട്ട് നമുക്കൊരു 70 രൂപ 60 രൂപ കിടക്കാൻ കഴിയും. പ്രസവം കൂടുന്നതനുസരിച്ച് വില കുറയും. പ്രസവം കുറയും തോറും വില കൂടും. അത് നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യും. നോക്കിക്കൊണ്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് ഗിറിന്റെ ക്രോസ് ആണ്. ഗിറിന്റെ ക്രോസ് അല്ലേ? ക്രോസ് 2ാം പേര്. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും. ആള് ശല്യം കിട്ടുന്നില്ല. 6 പല്ലായിട്ടുള്ളൂ. അതെ. നല്ല ഇണക്കാണല്ലോ. നല്ല ഇണക്കാണ്. ആള് സാധാരണ ഈ നമ്മുടെ നാടൻ ഇങ്ങനത്തെ ബ്രീഡൊന്നും ഇണങ്ങി കിട്ടാൻ കുറച്ച് പണിയാ. ഇത് അങ്ങനെയൊന്നുമല്ല, വിഷയമില്ല. ആള് നല്ല ആട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട്. അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഒരു 15 ദിവസം, 20 ദിവസം വെക്കാം. 20 ദിവസം മടി വരാണ്ട് ഇനി വരാണ്ട് ഫുള്ള് മടി. നമുക്ക് പാലൊക്കെ എത്ര പ്രതീക്ഷിക്കും? ഇതിപ്പോ A2 മിൽക്കാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഇതിൽ കണക്കൂടെ 2 നേരം പക്ഷേ 17 ലിറ്റർ പാല്. 17 നമുക്ക് കിട്ടും. 17 കിട്ടും. ആ രീതിക്ക് ഇരിക്കുന്ന ഒരു പശുവാണ്. പശു നല്ല ബോഡി മേനിയുള്ള പശു, ബോഡി വെയിറ്റ് ഉണ്ട്, ഒറ്റ കളറ്. നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കാൻ അവര് 80 രൂപ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂടുതലല്ല, ഒരു 10 രൂപയും കൊടുക്കണം. ആ റേഞ്ച് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. സൂപ്പർ പശുവാണ്. അല്ല നമ്മൾ വില കുറച്ചൊന്നും ഞാൻ പറയില്ല, 10 രൂപ എന്തായാലും കൊടുക്കണം നമുക്ക്. ഇതൊരു 2ാം പേരിലെ HF പശുവാണ്. 2ാം പേരിൽ നല്ല ആരോഗ്യം, നല്ല അത്യാവശ്യം വലിയ പശുവാണ്. നമുക്ക് ഫാമിലേക്ക് നിർത്താൻ പറ്റും. ഫാമിലേക്ക് നിർത്താൻ പറ്റിയ പശുവാണ്. നമുക്ക് പാലൊക്കെ ഏകദേശം എത്ര? പാല് ഇനി പ്രസവിക്കാതെ 1 മാസം ഉണ്ടാവും. 1 മാസം. മടിയൊക്കെ ഇനി ഇറങ്ങിയിട്ടില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള പശുവിനെ കൊണ്ട് ഈ രീതിയിലുള്ള ചിലവര് പ്രസവിക്കാൻ ഒരു മാസം നോക്കണം. 20 ദിവസം നോക്കി നാട്ടിൽ കൊണ്ട് തീറ്റ സെറ്റ് ആക്കിയിട്ട് അവിടെ പ്രസവിച്ചാൽ പശുക്കൾക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇവിടുന്ന് ലോഡായ പശു, പ്രസവിച്ച പശു കൊണ്ട് ചിലപ്പോൾ ടൈലേറിയ പ്ലസ് കാണിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ട്രാവലിംഗിന്റെ അത് പശു വളർത്തുന്നവർക്ക് അറിയാതെ കൊണ്ടുപോയാൽ ടൈലേറിയ കാണിക്കും, പോയിന്റ് കാണിക്കും, ഇഞ്ചക്ഷൻ ചെയ്യണം, എല്ലാവർക്കും അറിയാതെ. ഇതേമാതിരി ചെന കൊണ്ടുപോകുമ്പോൾ നമുക്ക് വിഷയങ്ങൾ വരുന്നില്ല ഇവിടെ. അപ്പൊ ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? ഏകദേശം 1 മാസം ആണെങ്കിലും പശു ഹെവി പശുവാണ്, ബ്രീഡാണ്, 2ാം പേരാണ്. അത്യാവശ്യം 1,30 ഒക്കെ ചോദിക്കുന്നുണ്ട് അവര്. 1,30 ഒക്കെ ചോദിക്കുന്നത്. നമ്മൾ അതൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് 1 രൂപ അടുത്തൊക്കെ ആക്കി കച്ചവടം ചെയ്യാം. ആ രീതി സെറ്റ് ചെയ്യാം. മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാം. അത്രേ ഉള്ളൂ.